ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും പുതിയ വാർത്തകൾക്കായി ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള സൗഹൃദ ബന്ധത്തിൽ കാര്യമായ ചില പ്രശ്നങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ദക്ഷിണേഷ്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ തന്നെ മാറ്റങ്ങൾ വരുത്താൻ ശേഷിയുള്ള ചില സംഭവ വികാസങ്ങളാണ് അവിടെ നടക്കുന്നത്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ആ സംഘർഷങ്ങളുടെ ഉള്ളിലേക്കാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശരിക്കും ഒരു നിർണായക ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഒറ്റ പ്രസ്താവന മതി കാര്യങ്ങൾ എത്രത്തോളം സീരിയസ് ആണെന്ന് മനസ്സിലാക്കാൻ. ബംഗ്ലാദേശിലെ ഒരു രാഷ്ട്രീയ നേതാവായ ഹസനത്ത് അബ്ദുള്ളയുടെ ഈ വാക്കുകൾ വെറുമൊരു സംസാരമല്ല. ഇത് ഇന്ത്യക്കെതിരെ അവിടെ രൂപപ്പെട്ടുവരുന്ന ഒരു പുതിയ ചിന്താഗതിയുടെ സൂചനയാണ്. ഒരുപക്ഷെ അതിലും വലുത് എന്തോ ഇതിനു പിന്നിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? ചരിത്രപരമായി ഇത്രയും നല്ല ബന്ധം പുലർത്തിയിരുന്ന രണ്ട് അയൽരാജ്യങ്ങൾ എങ്ങനെയാണ് ഈയൊരു അവസ്ഥയിലേക്ക് എത്തിയത്? ഇതിന്റെ കാരണങ്ങൾ നമുക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ തുടക്കം ധാക്കയിലെ തെരുവുകളിൽ നിന്നാണ്. അവിടെ നടന്ന ചില പ്രതിഷേധങ്ങൾ എങ്ങനെയാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ വരെ ഉലച്ചതെന്ന് നമുക്ക് നോക്കാം. ധാക്കയിലെ ഇന്ത്യൻ എംബസിക്ക് പുറത്ത് നടന്നത് വെറും സാധാരണ പ്രതിഷേധങ്ങളായിരുന്നില്ല കേട്ടോ. അവിടെ ഉയർന്നു കേട്ടത് മുഴുവൻ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങളായിരുന്നു. ബംഗ്ലാദേശ് സർക്കാരിൻ്റെ ഒരു സുരക്ഷാസേനയെ ഇന്ത്യയാണ് പിന്നിൽ നിന്ന് പിന്തുണയ്ക്കുന്നത് എന്നായിരുന്നു അവരുടെ പ്രധാന ആരോപണം. സ്ഥിതിഗതികൾ അത്രയ്ക്ക് വഷളായതുകൊണ്ട് ഇന്ത്യക്ക് അവിടുത്തെ വിസ ഡിപ്പാർട്ട്മെൻറ്റ് താൽക്കാലികമായി അടച്ചിടേണ്ടി വന്നു. പോരാത്തതിനെ എംബസിയുടെ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കാൻ ബംഗ്ലാദേശ് അംബാസഡറെ ഇന്ത്യ വിളിച്ചു വരുത്തി തങ്ങളുടെ അതൃപ്തി നേരിട്ട് അറിയിക്കുകയും ചെയ്തു. പക്ഷേ നമ്മൾ ഈ കാണുന്ന തെരുവിലെ പ്രതിഷേധങ്ങൾ അത് മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ്. ഇതിൻ്റെയൊക്കെ പിന്നിൽ സ്വാധീനത്തിനു വേണ്ടിയുള്ള ഒരു വലിയ വാക്പോര് തന്നെ നടക്കുന്നുണ്ട്. ഇവിടെ ശരിക്കും രണ്ട് കഥകളാണ് ഒരേ സമയം ഓടുന്നത്. ഒരു വശത്ത് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്ന ഔദ്യോഗിക ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം, മറുവശത്ത് ഇന്ത്യയെ ഒരു വില്ലനായി ചിത്രീകരിക്കുന്ന പുതിയൊരു പ്രചാരണം. ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയത്തെ ഇന്ത്യ നിയന്ത്രിക്കുന്നു, അവരുടെ പട്ടാളത്തെ ദുർബലപ്പെടുത്തുന്നു എന്നൊക്കെയാണ് ഈ പുതിയ കഥയിൽ പറയുന്നത്. അപ്പോൾ ആരാണ് ഈ പുതിയ കഥയ്ക്ക് പിന്നിൽ? ചില റിപ്പോർട്ടുകൾ വിരൽ ചൂണ്ടുന്നത് പാകിസ്ഥാന്റെയും ചൈനയുടെയും സ്വാധീനത്തിലേക്കാണ്. സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസർമാരെ ഉപയോഗിച്ച് അവിടുത്തെ ചെറുപ്പക്കാരുടെ ഇടയിൽ ഇന്ത്യയെപ്പറ്റിയൊരു മോശം ചിത്രം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യമെന്നും ആരോപണമുണ്ട്. ഇതിനൊക്കെ ഇന്ത്യ എങ്ങനെയാണ് മറുപടി കൊടുക്കുന്നത്? വെറുതെ പ്രസ്താവനകൾ ഇറക്കിയല്ല. ഇന്ത്യ ഇപ്പോൾ വാക്കുകൾ കൊണ്ടല്ല, പ്രവൃത്തികൾ കൊണ്ടാണ് സംസാരിക്കുന്നത്. ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും നിർണായകമായ നീക്കം ഒരുപക്ഷെ ഇതാണ്. മിസോറാമിൽ ബംഗ്ലാദേശ് അതിർത്തിയോട് തൊട്ടുചേർന്ന് ഒരു പുതിയ അതീവ തന്ത്രപ്രധാനമായ സൈനിക താവളം ഇന്ത്യ പ്രവർത്തന സജ്ജമാക്കി. വെറുതെ ഒരു ബേസല്ല ഇത്. ഇതിന്റെ ലൊക്കേഷൻ ഭയങ്കര സ്ട്രാറ്റജിക്കാണ്. ബംഗ്ലാദേശിലെ ചിറ്റഗോങ്ങിൽ നിന്ന് വെറും 50-60 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഇങ്ങോട്ട്. ബംഗ്ലാദേശിന്റെ വ്യാപാരത്തിന്റെ നട്ടല്ലായ ചിക്കൻ നെക്ക് എന്ന് വിളിക്കുന്ന ഇഴനാഴിയില്ലേ, അത് കൃത്യമായി നിരീക്ഷിക്കാൻ പറ്റിയ ഒരിടത്താണിത്. ഇന്ത്യൻ ആർമിയിലെ ഏറ്റവും മികച്ച യൂണിറ്റുകളിലൊന്നായ 3 കോപ്സാണ് ഇതിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മിലിറ്ററി ടേമുണ്ട്, പിൻസർ മൂവ്മെന്റ്. അതായത് ശത്രുവിനെ രണ്ട് സൈഡിൽ നിന്നും ഒരേ സമയം അറ്റാക്ക് ചെയ്ത് പൂട്ടുക. സിമ്പിളായി പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഇത് അവരുടെ സപ്ലൈ ലൈൻ കട്ട് ചെയ്യാനും രക്ഷപ്പെടാനുള്ള വഴികൾ അടയ്ക്കാനും സഹായിക്കും. മിസോറാമിലെയും ത്രിപുരയിലെയും സൈനിക സാന്നിധ്യം കൊണ്ട് ഇന്ത്യക്ക് ഈ തന്ത്രം എളുപ്പത്തിൽ പ്രയോഗിക്കാൻ സാധിക്കും. അപ്പോൾ മിസോറാമിലെ ഈ പുതിയ ബേസ് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒന്നല്ല, ഇതൊരു വലിയ പ്ലാനിന്റെ ഭാഗമാണ്. സിലിഗുഡി ഇടനാഴിയുടെ സുരക്ഷയ്ക്കായി ദുബ്രി, ചോപ്ര, കിഷൻഗഞ്ച് എന്നിവിടങ്ങളിൽ ഇന്ത്യ നേരത്തെ തന്നെ പുതിയ ഗാരിസണുകൾ സ്ഥാപിച്ചിരുന്നു. അതിൻ്റെ എല്ലാം പൂർത്തീകരണമാണ് മിസോറാമിലെ ഈ പുതിയ ബേസ്. ഇതോടെ ആ മേഖലയിൽ ഒരു ശക്തമായ സുരക്ഷാ വലയം തന്നെ ഇന്ത്യ തീർത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയുടെ മറുപടി അതിർത്തിയിൽ മാത്രം ഒതുങ്ങുന്നില്ല കേട്ടോ, രാജ്യത്തിനകത്തും കാര്യങ്ങൾ മുറുകയാണ്. ഇതിനൊരു ഉദാഹരണമായി ഹരിയാനയിലെ റെവാരിയിൽ നടന്ന ഒരു സംഭവം നോക്കൂ. ഒരൊറ്റ ഓപ്പറേഷനിൽ പിടികൂടിയത് 73 അനധികൃത ബംഗ്ലാദേശി പൗരന്മാരെയാണ്. ഇവർക്കെതിരെ നിയമ നടപടികളെടുത്ത് BSF വഴി അവരെ തിരികെ അയക്കാനുള്ള ഒരുക്കത്തിലാണ് പോലീസ്. രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്നൊരു ക്ലിയർ മെസ്സേജാണിത്. ഈ സംഭവങ്ങളെല്ലാം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഒരു പുതിയ ആശയത്തിലേക്കാണ്. അതായത് ഇന്ത്യയുടെ സുരക്ഷാ നയത്തിൽ വന്ന ഒരു വലിയ മാറ്റം. പ്രതികരിക്കുന്ന രീതിയിൽ നിന്ന് മുൻകരുതലെടുക്കുന്ന രീതിയിലേക്കുള്ളൊരു ഷിഫ്റ്റ്. പണ്ടത്തെ രീതിയല്ല ഇപ്പോൾ. പണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചാൽ നമ്മൾ പ്രതികരിക്കും, അതായിരുന്നു രീതി. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഒരു ഭീഷണി വരുന്നതിന് മുൻപ് തന്നെ അതിനെ തടയാൻ വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുക, അതാണ് പുതിയ രീതി. ഇതിനെ ഒരു പ്രീ എംപ്റ്റീവ് സമീപനം എന്ന് പറയാം. ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കണം. ഇതിന്റെ ലക്ഷ്യം ഒരു യുദ്ധം തുടങ്ങാനല്ല, ഒരിക്കലുമല്ല. മറിച്ച് ഇന്ത്യയെ ആക്രമിക്കാൻ ആരെങ്കിലും ചിന്തിച്ചാൽ അതിന് കൊടുക്കേണ്ടി വരുന്ന വില വളരെ വലുതായിരിക്കുമെന്ന് അവരെ മുൻകൂട്ടി ബോധ്യപ്പെടുത്തുക.
ഇതിനെയാണ് ഡിറ്ററൻസ് അല്ലെങ്കിൽ പ്രതിരോധം എന്ന് പറയുന്നത്. പക്ഷേ ഈ കളി അത്ര സിമ്പിളല്ല. ഇതൊരു ചെസ് ബോർഡ് പോലെയാണ്. ഇന്ത്യയുടെ ഓരോ നീക്കത്തിനും പല വെല്ലുവിളികളുമുണ്ട്. മുന്നോട്ടുള്ള വഴി അത്ര എളുപ്പമല്ല. ഇന്ത്യ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് അന്താരാഷ്ട്ര സമ്മർദ്ദം. ഏതൊരു സൈനിക നടപടിയും യുഎന്നിന്റെയും മറ്റു രാജ്യങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടും. ഒരുപക്ഷെ സാമ്പത്തിക ഉപരോധങ്ങൾ വരെ വന്നേക്കാം. രണ്ടാമത്തത് അതിർത്തിയിലെ ജനസാന്ദ്രത. സാധാരണക്കാർക്കൊരു പോറൽ പോലും ഏൽക്കാതെ സൈനിക നടപടികൾ നടത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ബംഗ്ലാദേശിനകത്ത് തീവ്രവാദ സ്വഭാവമുള്ള ഗ്രൂപ്പുകൾ ശക്തിപ്പെട്ടാൽ അത് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് നേരിട്ടുള്ളൊരു ഭീഷണിയായി മാറും. അപ്പോൾ അവസാനം നമ്മൾ ഈ ചോദ്യത്തിലാണെത്തുന്നത്. ഇന്ത്യയുടെ ഈ പുതിയ കുറച്ച് അഗ്രസീവായ നിലപാട് ശരിക്കും ഈ കാലഘട്ടത്തിന് ആവശ്യമായ ഒന്നാണോ, അതോ എന്തു വന്നാലും നമ്മൾ നയതന്ത്ര ചർച്ചകളിൽ തന്നെ ഉറച്ചു നിൽക്കണോ? ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു വിഷയത്തിന്റെ വിശദീകരണവുമായി വീണ്ടും കാണാം. നന്ദി.